എൻ്റെ പേര് അഞ്ജിത. ഞാൻ പാലക്കാട് ഒറ്റപ്പാലത്ത് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് സൂപ്രണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണു. ഹോളിമാതയിലേക്ക് ഞാൻ വരുന്നത് എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഹോളിമാതയിൽ നിന്ന് പഠിച്ചിട്ട് ജോലി കിട്ടിയതിന് ശേഷം ആ ചേച്ചിയോട് ചോദിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. സാറിനെ ഞാൻ വിളിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞത് ഒരു 3-4 വർഷം PSC പഠിക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടേക്ക് വന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കാകെ കൺഫ്യൂഷനായിരുന്നു ഇത്ര നാൾ ഇവിടെ ഇരിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട്. എന്നാലും ഞാൻ വന്ന് ഇവിടെ ജോയിൻ ചെയ്തു. വന്നിരുന്ന ടൈം എന്ന് പറയുന്നത് ഒരു എക്സാം ഇല്ലാത്ത ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ അവിടെ ഇരുന്ന് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഒരു കുറച്ച് എക്സാംസ് ഒക്കെ വന്നത്. അപ്പോൾ ആദ്യത്തെ എക്സാമിലൊക്കെ കുറച്ച് ലിസ്റ്റുകളിൽ വന്നു തുടങ്ങിയപ്പോൾ മനസ്സിലായി പഠിച്ചാൽ കിട്ടും എന്നുള്ളത്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഒരു 3-3.5 വർഷത്തോളം ഞാൻ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ലോങ് പ്രോസസ്സായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് മടുപ്പിക്കണ ഒരു പ്രോസസ്സാണ് ഇത്ര നാൾ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പൈൻ സ്റ്റഡി എന്നുള്ളൊരു മാർഗം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല എഫക്റ്റീവായിരുന്നു. എക്സാം ഇല്ലാത്ത ടൈമിൽ കമ്പൈൻ സ്റ്റഡി ആയിട്ട് പഠിച്ച് നമുക്ക് കിട്ടാത്തതൊക്കെ ഷെയർ ചെയ്ത് പഠിച്ചും പഠിപ്പിച്ചിട്ടൊക്കെ ഇരുന്നു. അങ്ങനെ പിന്നെ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന ഒരു രീതിയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പഠിച്ചിരുന്ന രീതി എന്ന് പറയുന്നത് റിവിഷൻ ചെയ്യൽ മെയിനായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ വീക്കിലി എക്സാംസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പേടിയൊന്നും ഇല്ലാത്ത പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എനർജിയൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി തുടങ്ങും. അപ്പോൾ നമ്മുടെ സാറിൻ്റെ സൺഡേയിലെ മോട്ടിവേഷൻ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും മൺഡേയിലേക്ക് ഒരു പുതിയ എനർജി കിട്ടാറുണ്ട്. സാറിൻ്റെ കൂടെയാണ് നമ്മൾ പോയോണ്ടിരുന്നത്. സാറ് എക്സാമിൻ്റെ സിലബസ് വെച്ചിട്ട് ടൈം ടേബിൾ ഇട്ട് അത് ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് പഠിക്കാൻ തരും. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പഠിച്ചാൽ മാത്രം മതിയായിരുന്നു. അത് ഭയങ്കര ടൈം സേവിങ് ആയിരുന്നു. പിന്നെ സാർ എപ്പോഴും പറയും ഫീസ് അടച്ചില്ലെങ്കിലും നിങ്ങൾ പഠിച്ചാൽ മാത്രം മതിയെന്ന്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഒരിക്കലും വന്നിട്ടില്ല. പഠിച്ചാൽ മാത്രം മതിയായി. ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഗ്രേഡ് LSTD PWD ഇറിഗേഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് ഒരുപാട് നന്നായി പഠിച്ചുവെങ്കിലും എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് LSTD AE ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ എത്ര നന്നായി പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് ആ ഒരു എക്സാം പ്രതീക്ഷിച്ച പോലെ എഴുതണമെന്നില്ല. അന്നേരം നമുക്ക് അതിനേക്കാളും നല്ലത് നമ്മളൊരു എക്സാം പോയി എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരിക്കലും തളരരുത്. നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. നമ്മൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. PSC പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.